നിനക്ക് ഇതുവരെ ഒരാളെ കിട്ടിയില്ലേ? അത് കുഴപ്പമില്ലാന്നേ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ഞാനേ പണ്ട് പെട്ടെന്നൊരു ദിവസം ചോക്ലേറ്റ് കഴിക്കാതിരുന്നത് ഓർമ്മയുണ്ടോ? ആ, തടി കുറയ്ക്കാൻ. തടി കുറയ്ക്കാനായിരുന്നില്ല, വേറെ സ്റ്റോറി ഉണ്ട്. ആഹാ, പോരട്ടെ പോരട്ടെ, ഫ്ലാഷ് ബാക്ക് പോരട്ടെ. ഒരു പ്രാവശ്യം ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് മനുഷ്യൻ വന്നു. എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം ഇയാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റിലാണ്. ചോക്ലേറ്റ് ഇൻട്രസ്റ്റിംഗ്. ചോക്ലേറ്റ് നിന്റെ വീക്ക്നെസ് ആണല്ലോ. ഞങ്ങൾ അത്യാവശ്യം ഫോണിൽ കൂടെ കമ്പനിയായി. മൂപ്പറുടെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് ലേശം സന്തോഷമൊക്കെ വരും. ദുഷ്ടേ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ കോന്തന്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. അത് പക്ഷെ 2 വീക്കേ പോയുള്ളൂ, പിന്നെ പൊട്ടി. എങ്ങനെ കൂട്ടി? അത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. എൻ്റെ കാര്യം വീട്ടിലൊക്കെ പറഞ്ഞു, അമ്മേനെ പറ്റിയും പറഞ്ഞു. മൂപ്പറുടെ അമ്മേനെ കാണിക്കാൻ എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണെടുത്ത് കൊടുത്തു. ആഹാ, കൊള്ളാലോ, പമ്മയും ഫ്ലാറ്റ്. എന്ത്? അവൻ്റെ അമ്മ പറയാ എന്നെ കാണാൻ ഒരു കളലക്ഷണം ഉണ്ടെന്ന്. എനിക്ക് ഈ കൊടുച്ചു, ഞാൻ ബ്ലോക്ക് ചെയ്തു. എടി തമാശ പറഞ്ഞല്ലേ അവൻ? ആ, ഞാനപ്പം തന്നെ വിട്ടു. ഓ, പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നില്ല. ഒരാഴ്ച എടുത്ത് നോർമൽ അവൻ. അയ്യോ, ഇവിടെ ചോക്ലേറ്റ് ഉണ്ടോ? അയ്യേ, ചോക്ലേറ്റ് അവിടെ നിൽക്കട്ടെ. കേട്ടിട്ട് ഇയാൾ ഓക്കെ ആണെന്നാ തോന്നുന്നത്. നമ്പർ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ഹായ് അടിക്ക്. പിന്നല്ലേ ഇതിനൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്പറൊക്കെ ഉണ്ട്, ബട്ട് വേണ്ട. അഭിമാനം സമ്മതിക്കുന്നില്ല. പിന്നെന്തൊക്കെയുണ്ട്? സുഖം. എൻ്റെ ഫോൺ അവിടെ. അയ്യോ, എൻ്റെ ഫോണാ. ചോക്ലേറ്റിന് മെസ്സേജ് അയച്ചൊന്നും മാത്രം പറയരുത്. എന്താ അയച്ചേ? പെട്ടെന്ന് ടോപ്പിക് ഒന്നും കിട്ടാത്ത കാരണം ഞാൻ ഹാപ്പി ശ്രീകൃഷ്ണജയന്തി നിങ്ങൾ തട്ടി വിട്ടിട്ടുണ്ട്. വലിച്ചിട്ടുണ്ടോ? ആ, മെസ്സേജ് വന്നു. എന്ത് റിപ്ലൈ വന്നേ? താങ്ക് യു ആൻഡ് സെയിം ടു യു. സേഫാ.